ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ തീരത്തെ മണലിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. രാധ എന്ന ചെറുപ്പക്കാരി കുഞ്ഞിപ്പെണ്ണ് ഒരു ദിവസം പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടുകാര്യങ്ങൾ അലങ്കോലത്തിലായതുകൊണ്ട് ചെറിയൊരു ജോലി തപ്പി ജീവിതം മെച്ചപ്പെടുത്താനായിരുന്നു അവളുടെ ലക്ഷ്യം. നാട്ടിലെ മീൻപിടുത്തക്കാരുടെ അനുഭവങ്ങൾ കേട്ടാണ് അവൾ പട്ടണത്തിന്റെ സ്വപ്നം കണ്ടത്. അവിടെയാണെങ്കിൽ ലക്ഷങ്ങൾ കടലിൽ നിന്നും കോരിയെടുക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ പട്ടണത്തിൽ എത്തിയ രാധയുടെ യാഥാർത്ഥ്യം വളരെ കഠിനമായിരുന്നു. പണി കിട്ടാൻ ബുദ്ധിമുട്ടായി. ലഭിച്ച ജോലികളും കഷ്ടപ്പെടുന്നവയായിരുന്നു. നിരാശ രാധയുടെ കണ്ണുനീരായി ഇറ്റിറ്റു വീണു. രാത്രികളിൽ പഴയ തുണിയിൽ പൊതിഞ്ഞുറങ്ങുമ്പോൾ നാട്ടിലെ കടലിന്റെ ശബ്ദം അവളുടെ കാതിൽ മുഴങ്ങും. ഒരു ദിവസം പച്ചക്കറി മാർക്കറ്റിനടുത്തുവച്ച് ഒരു കാഴ്ച രാധയുടെ ജീവിതം മാറ്റിമറിച്ചു. ഒരു വയസ്സായ സ്ത്രീ പഴങ്ങളും പച്ചക്കറികളും അടങ്ങിയ തട്ട് വളരെ പ്രസന്നതയോടെ വിറ്റുനിൽക്കുന്നത് രാധ കണ്ടു. ആൾക്കൂട്ടത്തിനിടയിലും സ്ത്രീയുടെ പുഞ്ചിരി സൂര്യപ്രകാശം പോലെ തിളച്ചു. അവൾ തട്ടിലേക്ക് വന്ന ഓരോരുത്തരോടും സ്നേഹത്തോടെ സംസാരിച്ചു. പഴം വാങ്ങാത്ത കുട്ടികൾക്കും അവൾ ഒരു ചെറുനാരങ്ങ വെച്ച് നൽകും. രാധ ആ സ്ത്രീയെ സമീപിച്ച് തന്റെ കഥ പറഞ്ഞു. കേട്ടുകഴിഞ്ഞു സ്ത്രീ പതുക്കെ പറഞ്ഞു, "മോളെ, എന്തു ചെയ്യുമ്പോഴും മനസ്സും ആത്മാവും ഒപ്പമുണ്ടെങ്കിൽ അത് വിജയമാകും. പച്ചക്കറി വിറ്റുന്നതും ഒരു കലയാണ്. ഓരോ പഴത്തിലും പൂവിൽ സ്നേഹത്തിന്റെ തുള്ളി ചേർക്കണം. അപ്പോൾ അത് വെറും വിൽപ്പനയല്ല, സന്തോഷത്തിന്റെ പങ്കുവയ്ക്കലാകും." രാധ ആ സ്ത്രീയുടെ കൂടെ പച്ചക്കറി വിറ്റാൻ തുടങ്ങി. ഉപജീവനത്തിന് പുറം ആഹ്ലാദം നൽകുന്ന ജോലിയായി അവൾ അതിനെ മാറ്റി. ഓരോ ഉപഭോക്താവിനോടും സ്നേഹത്തോടെ ഇടപഴകി. പഴം കൊടുക്കുമ്പോൾ അവൾ ഒരു പുഞ്ചിരിയും ഒരു നല്ലാശംസയും നൽകി. പതിയെ രാധയുടെ തട്ടിലേക്ക് ആളുകൾ വന്നുകൂടി. അവളുടെ സ്നേഹം പകർന്ന പഴങ്ങൾക്ക് രുചിയിലും കൂടുതൽ മധുരമുണ്ടെന്ന് അവർ പറഞ്ഞു. ബുദ്ധിമുട്ടുകൾക്കിടയിലും രാധ തളർന്നില്ല. മനസ്സിലെ സ്നേഹം അവളുടെ ബലമായിരുന്നു. കൊച്ചു തുടക്കത്തിൽ നിന്നും വളർന്നു പടർന്ന രാധയുടെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവൾ വെറും പച്ചക്കറി വിറ്റുകാരിയല്ല, മറിച്ച് സന്തോഷത്തിന്റെ വിതയ്ക്കുകാരിയായി മാറി. അവളുടെ തട്ട് സങ്കടങ്ങളിൽ നിന്നും മോചനം തേടുന്നവരുടെ ആശ്രയമായി. പഴത്തിന്റെയും പൂവിന്റെയും മണത്തോടൊപ്പം സ്നേഹത്തിന്റെ സുഗന്ധവും പരത്തുന്ന സ്ഥലമായി അത്. ഒരു ദിവസം പ്രശസ്തമായ ഒരു ഷോപ്പിംഗ് മാളിന്റെ ഉടമ രാധയുടെ തട്ട് സന്ദർശിച്ചു. അവളുടെ സ്നേഹത്തോടെയുള്ള വിപണന രീതിയും ഉപഭോക്താക്കളുടെ സന്തോഷവും കണ്ട് അദ്ദേഹം വിസ്മയം പ്രകടിപ്പിച്ചു. രാധയുടെ പച്ചക്കറി വിപണനത്തെ തന്റെ മാളിൽ ഒരു പ്രത്യേക സ്റ്റാളുമായി തുടങ്ങാൻ അദ്ദേഹം ഓഫർ നൽകി. തുടക്കത്തിൽ ഭയന്നെങ്കിലും രാധ ധൈര്യത്തോടെ ആ ഓഫർ സ്വീകരിച്ചു. മാളിൽ വലിയ സ്റ്റാൾ തുറന്നു. നൂതനമായ രീതിയിൽ ചിട്ടപ്പെടുത്തിയ പച്ചക്കറികൾ ആളുകളുടെ കണ്ണുകളെ കവർന്നു. പഴങ്ങൾ ഒരു കലാസൃഷ്ടി പോലെ മിന്നിത്തിളങ്ങി. ഓരോ ഉപഭോക്താവിനോടും രാധ മുൻപത്തെ പോലെ സ്നേഹത്തോടെയും ആത്മാർത്ഥതയോടെയും ഇടപഴകി. അവളുടെ സ്റ്റാളിൽ പച്ചക്കറി വാങ്ങുന്നത് ഒരു അനുഭവമായി മാറി. വർഷങ്ങൾ കടന്നുപോയി. രാധയുടെ സ്റ്റാൾ കേരളത്തിലെമ്പാടും പ്രശസ്തമായി. സ്നേഹത്തിന്റെ പച്ചക്കറിത്തോട്ടം എന്ന പേരിൽ അത് അറിയപ്പെട്ടു. അവിടെ നിന്നും ലഭിച്ച ലാഭം ഉപയോഗിച്ച് രാധ പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ആരോഗ്യപരിപാലനത്തിനുമായി ഫണ്ട് സ്ഥാപിച്ചു. അവളുടെ ജീവിതം ഒരു മാതൃകയായി, ഒരു പ്രചോദനമായി മാറി. എന്തു ചെയ്യുമ്പോഴും മനസ്സും ആത്മാവും ഒപ്പമുണ്ടെങ്കിൽ അത് വിജയമാകും എന്ന വാക്കുകൾ രാധ ഒരിക്കലും മറന്നില്ല. ഓരോ പച്ചക്കറിയിലും സ്നേഹത്തിന്റെ തുള്ളികൾ ചേർത്ത് അവൾ ജീവിതത്തെ രുചികരമാക്കി. കേരളത്തിന്റെ തീരത്തെ മണലിൽ നിന്നും തുടങ്ങിയ ചെറിയ കഥ ഒരു വലിയ വിജയഗാഥയായി മാറി. അതിൽ ഉൾച്ചേർന്നിരിക്കുന്നത് സ്നേഹത്തിന്റെയും ഇടത്തട്ടിയുടെയും ഗന്ധമാണ്, വിജയത്തിന്റെയും സന്തോഷത്തിന്റെയും മധുരമാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.